നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കെആർ. ആദ്യം പ്രധാന വാർത്തകൾ. വാണിയംകുളത്തെ പെട്രോൾ പമ്പിന് തീയിടാൻ ശ്രമം. കഴിഞ്ഞ ദിവസം രാത്രി 3 അംഗ സംഘം തീയിടാൻ ശ്രമിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നു. കുപ്പിയിൽ പെട്രോൾ നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ജീവനക്കാരെ അസഭ്യം പറയുകയും കൈവശമുണ്ടായിരുന്ന കാനിലെ പെട്രോൾ നിലത്തൊഴിച്ച് തീ കൊളുത്തുവാൻ ശ്രമിക്കുകയുമായിരുന്നു. വൻ ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായ സംഭവത്തിൽ പമ്പ് മാനേജർ ഷൊർണൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തൃശൂർ പുല്ലഴിയിൽ ലഹരി മരുന്നുമായി യുവാവ് പിടിയിൽ. എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് 1/2 കിലോ കഞ്ചാവും LSD സ്റ്റാമ്പുകളുമായി 18-കാരൻ ആകാശ് പിടിയിലായത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ലഹരി മരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് വലയിലായത്. മുൻപ് നടന്ന ഒളരി ഫ്ളാറ്റ് ബോംബേറ് കേസിൽ പ്രതി കൂടിയാണ് പിടിയിലായ ഈ യുവാവെന്ന് എക്സൈസ് വ്യക്തമാക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചേലക്കരയിൽ പടക്കങ്ങൾ പൊട്ടിച്ചപ്പോൾ ഖുറാന്റെ ഏടുകൾ റോഡിൽ ചിതറിയ സംഭവം. പോലീസ് നടപടി വൈകുന്നതിനെതിരെ SDPI പ്രതിഷേധം. പടക്കങ്ങളിലും മതഗ്രന്ഥത്തിന്റെ ഏടുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടും കേസെടുക്കാൻ പോലീസ് ആദ്യം വിമുഖത കാണിച്ചുവെന്ന് നേതാക്കൾ ആരോപിച്ചു. വിഷയത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നത് മാധ്യമധർമ്മത്തിന് ചേർന്നതല്ലെന്നും പ്രതിഷേധ യോഗത്തിൽ വിമർശനമുയർന്നു. ദേശമംഗലത്ത് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. വാഹനങ്ങൾ വീട്ടിലേക്ക് ഇടിച്ചു കയറി. 3 പേർക്ക് പരിക്ക്. ദേശമംഗലം ആറങ്ങോട്ടുകരയിൽ പഴയ സത്യൻ തിയേറ്ററിന് സമീപമാണ് അപകടം നടന്നത്. അപകടത്തിൽ ഓട്ടോയിലുണ്ടായിരുന്ന വിജയകുമാർ, മകൻ വിഷ്ണു എന്നിവർക്കും കാർ ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളും റോഡരികിലെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയെങ്കിലും വീടിന് പുറത്ത് ആരും ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി.